നിധിയും സുഭാഷും കൂടെ തിരികെ വീട്ടിലേക്ക് വരികയാണ്. അച്ഛനെ കാണുമ്പോൾ നിധി അവിടെ നിൽക്കും. മനസ്സിലിങ്ങനെ പറയും, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് കണ്ടില്ലേ. സുഭാഷയ്ക്ക് എന്താ മോളെ പറഞ്ഞ്? ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ചില ആളുകൾ സഹായിക്കാൻ വേണ്ടി ചിലത് ചെയ്യും, എന്നിട്ട് ഒന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കും. അത്തരം കള്ളന്മാരൊന്ന് കൈകാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞതാ. അച്ഛനും നിധിയും ഒന്നും മിണ്ടാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. സുഭാഷിനാണെങ്കിൽ ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നികേശ്വരി അടുത്തി നമുക്ക് അകത്തേക്ക് പോവാം. സുഭാശ്വരി മോളെ കയറുന്നതിൻ്റെ മുന്നേ ഒന്ന് നിൽക്ക്. കുറച്ച് ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. ഞാൻ ആരതി എടുത്തിട്ട് വരാം. നികേശ്വരി അതൊന്നും വേണ്ട, എടുത്തിച്ചല്ലേ. സുഭാഷ് ഏട്ടൻ ഇങ്ങ് വന്നേ, ഒരാരതി. അവർ അകത്ത് പോയി കഴിയുമ്പോൾ അച്ഛൻ പറയും, ഇവിടെ എനിക്കിട്ട് പണിയും ഉറപ്പാ. നിധിയെ കാണുമ്പോൾ ഹരീശ്വരും എടുത്തി തിരിച്ചു വന്നല്ലേ, വലിയ സന്തോഷമായി. സുഭാഷേ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിധിക്ക് കൊണ്ടു കൊടുക്കും. നിധി വയ്ക്കും, അല്ല ഇവിടുത്തെ സാറെവിടെ പോയി? ഹരീശ്വരും സുധീഷേട്ടൻ റൂമിലേക്ക് പോയിട്ടുണ്ട്. നിധി വയ്ക്കും, ആദ്യമേ റൂമിലേക്ക് പോയോ? സുഭാഷ് വയ്ക്കും, അവനെന്തിനാ റൂമിൽ പോയത്? ഹരീശ്വരും എടുത്തി വരുന്ന കാര്യം സുധീഷേട്ടനെ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത്. സുഭാഷ് നികേഷിനോട് പറയും, നീ പോയിട്ട് അവനെങ്ങ് വിളിച്ചിറക്ക്. നിധി പറയാം, വേണ്ട ഞാൻ പോയിക്കോളാം. നിധി അവിടെ ചെല്ലുമ്പോൾ സുധീഷ് പാട്ടും പാടി അവിടെ കിടക്കുന്നുണ്ടാവും. നിധിയെ കണ്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കും. എന്നിട്ട് വയ്ക്കും, നിധി ഇത് സ്വപ്നമാണോ? കണ്ണൊക്കെ തിരുമ്മി നോക്കും. നിധി വരും, സ്വപ്നമൊന്നുമല്ല, ഇത് ഞാൻ തന്നെ. ഞാൻ തിരിച്ചു വന്നാ നിങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് വന്നത്. സുഭാഷ് തല കറങ്ങി വീഴുന്ന മാതിരി അഭിനയിക്കുകയാണ്. നികേഷ് പറയും, സുധീഷേട്ടാ ഒരുമാതിരി നാടകം കളിക്കാതെ ഇറങ്ങി പോയിരുന്നു. സുധീഷ് നിധിയോട് പറയും, മേഡം വരുന്നത് ഞാൻ അറിഞ്ഞില്ല, ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരാരും എന്നോട് പറഞ്ഞില്ല. ഇനി ഞാൻ ഈ റൂമിലേക്ക് നോക്കുക പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് സുധീഷ് പുറത്തേക്ക് പോവാണ്. സുഭാഷ് ചോദിക്കും, നീ എന്തിനാടാ അവിടെ പോയി കിടന്ന്? സുധീഷ് പറയും, മേഡം വരുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നേ ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു. നികേഷ് ബാഗെടുത്ത് നിധിയുടെ റൂമിലേക്ക് കൊണ്ടുകൊടുക്കും. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നിധി ആസ്വദിച്ച് സ്പീഡിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. നികേഷ് ചോദിക്കും, ഹോസ്റ്റലിലെ ഭക്ഷണം വളരെ വേസ്റ്റായിരുന്നല്ലേ അടുത്തി? നിധി ചോദിക്കും, എങ്ങനെ മനസ്സിലായി? കഴിക്കുന്ന രീതി കണ്ടപ്പോഴേ മനസ്സിലായി. നിധി പറയും, വളരെ കറക്റ്റാ, അവൻ പറഞ്ഞത് ശരിയാ സുഭാഷ് ഏട്ടാ. കുറേ ദിവസത്തിന് ശേഷം നാക്കിന് ടേസ്റ്റുള്ള ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കുന്നത്. അച്ഛൻ അങ്ങോട്ട് വരുമ്പോൾ നിധി പറയും, ഇരിക്കണം, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അച്ഛൻ മനസ്സ് പറയും, എന്തോ പ്ലാനുണ്ടല്ലോ. ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല. സുഭാഷ് ഏട്ടാ അച്ഛനോട് ഭക്ഷണം കൊടുക്കൂ. സുഭാഷ് ഏട്ടൻ കഴിക്കില്ലേ? സുഭാഷ് പറയും, കഴിക്കണം. എടാ സുധീഷേ, നീ കഴിക്കുന്നില്ലേ? സുധീഷ് പറയും, എന്നൊരു മനുഷ്യനായിട്ടെങ്കിലും പരിഗണിക്കണ്ടേ? എന്നോട് സംസാരിക്കാൻ പോലും ഇവിടെ ആരുമില്ല. സുധീഷ് ഒരു റേഡിയോയിൽ ഇങ്ങനെ ഞെക്കിക്കൊണ്ട് പറയണം, എനിക്ക് സംസാരിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നിധി ഓരോന്നും പറഞ്ഞ് സുധീഷിനെ കളിയാക്കാണ്. നികേഷും അതിനെ സപ്പോർട്ട് ചെയ്യും. നിധി ചോദിക്കും, അല്ല ഞാൻ വന്നാൽ നിങ്ങളിവിടുന്ന് പോയിക്കോളാമെന്ന് പറഞ്ഞതാണല്ലോ, പോകുന്നില്ലേ? സുധീഷ് പറയും, പോയിക്കോളാം, ഈ രാത്രി തന്നെ പോകണമെന്നില്ലല്ലോ, നാളെ പോയാലും പോരെ. സുഭാഷ് പറയും, ചുമ്മാ ഇരിയടാ, നീ ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ? അയ്യോ എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കല്ലേ സുഭാഷ് ഏട്ടാ, ഞാൻ എങ്ങോട്ടേലൊക്കെ പോയിക്കോളാം. അച്ഛൻ പറയും, നോർത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, റൂം കിട്ടേണ്ട സ്ഥലവും റൂട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. സുധീഷ് അവിടെയുള്ള ഒരു ടിന്നെടുത്തിട്ട് അച്ഛനെ നേർക്ക് എറിയാണ്. എന്നിട്ട് പറയും, നോർത്ത് ഇന്ത്യ? സത്യത്തിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ടോ? അച്ഛൻ ചോദിക്കും, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ? നികേഷ് പറയും, ഇപ്പോഴാണ് ഇത് ശരിക്കൊരു വീടായത്, കുറച്ച് ദിവസം ഇവിടുത്തെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. അച്ഛൻ പറയും, അതെ, മോള് വന്നപ്പോൾ ഇവിടെ ഒരു പ്രകാശം വന്നു. ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പറയാണ് നിധിയെ. സുധീഷിനെ കാണിച്ചു പറയും, ഇവൻ്റെ ഫിലമെൻ്റ് പിന്നെ അടിച്ചുപോയി, അതുകൊണ്ടാ. സുധീഷ് പറയും, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഇത് കാണുമ്പോൾ സുഭാഷിന് ചെറിയ വിഷമം തോന്നും. ഹരീഷ് പറയും, ചമ്മലായിട്ടാ. നിധി സുഭാഷിനോട് പറയും, സുഭാഷേട്ടാ കഴിക്കേ. രാവിലെ സുധീഷ് സഞ്ചിയിലെ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. സുഭാഷിനോട് പറയും, സുഭാഷേട്ടാ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇവിടുത്തെ കടയിലില്ലാഞ്ഞിട്ട് ദൂരെ നടന്നു പോയിട്ടാണ് വാങ്ങിച്ചത്, എല്ലാം സുഭാഷേട്ടന് വേണ്ടി. സുഭാഷ് പറയും, ആ ഇടയ്ക്ക് നടക്കുന്നതൊക്കെ നല്ലതാ. നിധിക്കും, സുഭാഷേട്ടന് വേണ്ടിയോ? സുഭാഷേട്ടൻ മാത്രമല്ലല്ലോ ഇവിടെ കഴിക്കാറ്. നികേഷ് ഫോണിൽ ഓരോ വീഡിയോ കണ്ടിച്ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കും, നികേഷേ നിൻ്റെ പനിയൊക്കെ മാറിയടാ? നികേഷ് പറയും, എഴുത്തി വന്നപ്പോൾ തന്നെ എൻ്റെ പനിയൊക്കെ മാറി, താങ്ക് യു എഴുത്തി. സുഭാഷ് ഹരീഷിനെ നികേഷിനെ കളിയാക്കുമ്പോൾ ഹരീഷും നികേഷും തിരിച്ച് സുധീഷിനെ കളിയാക്കാണ്. നിധി ചോദിക്കും, എന്താടാ എന്നെയാണോ പറയുന്നത്? നികേഷ് പറയും, അല്ല എടത്തി. സുധീഷ് ചോദിക്കും, നിധിയാണോടാ നീ കളിയാക്കുന്നത്? അതും പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് എണീക്കുകയാണ്. നിധി പറയും, എന്നെപ്പറ്റി പറഞ്ഞാൽ ചോദിക്കാൻ എനിക്കറിയാം, നിങ്ങളതിൽ ഇടപെടണ്ട. അല്ല ഞാൻ തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സുധീഷ് പറയും, അതൊക്കെ എനിക്കറിയാം. നികേഷ് പറയും, എഴുത്തി എനിക്ക് പനിയായിട്ട് ഇങ്ങോട്ട് വന്നത്. അതൊന്നും അല്ലടാ, അല്ലെങ്കിലും നിധി ഇങ്ങോട്ട് വരും. ഇവിടുന്ന് പോയിട്ട് കൂടെ നിധിയുടെ കഴുത്തിലുള്ള താലി അഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിധി തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. നിധി ചോദിക്കും, അതുകൊണ്ടാണോ ഞാൻ തിരിച്ചു വന്നത്?
ശ്രുതി പറയും, പിന്നെ ഈ താലി മഹാത്മ്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നിധി അതിനൊക്കെ വില കൊടുക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിധി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിധി എണീറ്റ് സുധീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ താലി അഴിച്ച് സുധീഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഗോൾഡാണ്, ഭദ്രമായിട്ട് കൊണ്ടുവച്ചോളൂ. അതും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവും. എല്ലാവരും കൂടെ സുധീഷിനെ വഴക്കു പറയും. വഴിയെ പോകുന്ന വയ്യാവയിലേക്ക് ഏണി വെച്ച് പിടിക്കുകയാണല്ലോ ഇയാൾ. സുധീഷ് പറയും, അവൾ ലാസ്റ്റ് പറഞ്ഞു പോയത് കേട്ടോ, ഭദ്രമായിട്ട് കൊണ്ടുവച്ചോളാം. അങ്ങനെയാണെങ്കിൽ പിന്നീട് വന്ന് ഇത് വാങ്ങിച്ചോളാം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊക്കെ കേട്ടിട്ട് സുഭാഷിന് ദേഷ്യം വരും. ഹരീഷ് പറയും, അയ്യോ അങ്ങനെയല്ല, ഇത് ഗോൾഡാണ്, പണിയില്ലാത്ത കാരണം ഇത് വിറ്റ് പുട്ടടിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നിങ്ങളുടെ അമ്മയുടെ മാലേ, അതുകൊണ്ട് സൂക്ഷിച്ച് എടുത്തു വെക്കണമെന്നാണ് എടത്തി പറഞ്ഞത്. എല്ലാവരും കൂടെ സുധീഷിനെ കുറ്റപ്പെടുത്തുകയാണ്. സുധീഷ് പറയും, ഒരു ദിവസം അവൾ ഈ താലി വാങ്ങി സ്വന്തം കഴുത്തി കെട്ടുന്ന ഒരു ദിവസം വരും. അതും പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവും. നികേഷ് സുഭാഷിനോട് പറയും, സുധീഷേട്ടന് ഇത്ര ബുദ്ധിയില്ലാതായി പോയല്ലോ. സുധീഷ് പുറത്തു പോയിട്ട് താലി എടുത്ത് നോക്കി പറയും, ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവളിത് എന്നോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ദിവസം വരും. അതുവരെ ഈ താലി എൻ്റെ കയ്യിലിരിക്കട്ടെ.